ഒരു മനുഷ്യന് മാതൃകാ പുരുഷനും ഉന്നതമായ ജദ് താല ജദ്ദു റബ്ബിന ഉന്നതമായ പദവിയിലും ഒരു മനുഷ്യൻ എത്തണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹൗവ അവനിലെ ഹുവ വെളിവാകണം. അതിനെന്ത് ചെയ്യണം? ഹത്ത ഇറക്കി വെച്ചുകൊണ്ടേയിരിക്കണം അവന്റെ അജ്ഞതയെ. എന്നിട്ട് അവൻ എന്ത് ചെയ്യണം? കലമ അള്ളാഹുവിന്റെ കലാമിലേക്ക് കയറണം. എങ്കിൽ അവൻ നൂനിലെത്തും. എന്നിട്ട് വീണ്ടും പരിശ്രമിക്കണം. പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം വിജ്ഞാനത്തിന് വേണ്ടി. അത് അങ്ങനെ പോകും. 28 അക്ഷരങ്ങൾ അങ്ങനെ. അബുജത്ത് ഹൗവത് വൃത്തി കലമൻ കറശത്ത്. കറശത്ത് എന്ന് പറഞ്ഞാൽ QRSTU കറശത്ത്. സഹിദ് സഹിദും ലളിയും അവസാനത്തെ 6 അക്ഷരം. അതിന് റവാദിഫുകളാണ്, അതിന് അർത്ഥങ്ങളില്ല. അത് പിന്നെ പറയാം. അപ്പൊ ഹിത്തത്തുന്നാണ് നമ്മൾ പോകുന്നത്. ഹിത്തത്തുൻ എന്ന് പറഞ്ഞാല് അജ്ഞതകളെ ഇറക്കി വെക്കുക. നഗ്ഫിറുലക്കും ഖത്തായാക്കും എന്നാ നിങ്ങളുടെ അജ്ഞതയുടെ എന്തൊക്കെ കുറവുകളുണ്ടോ അതൊക്കെ ഞാൻ പരിഹരിച്ചു തരും. ഗഫറ എന്ന് പറഞ്ഞാൽ പുറത്തു തരികയെന്നല്ല, നിങ്ങൾക്ക് എന്തൊക്കെ കുറവുകളുണ്ടോ അതൊക്കെ പരിഹരിക്കുക. അതാണ് ഗഫറ. പുറത്തു തരികയെന്നല്ല. അത് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ കുറെ പട്ടം റബ്ബക്കും. നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടൂ എന്നല്ല, നിങ്ങൾ അറിവിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നിങ്ങൾ അന്വേഷിക്കൂ എന്നാണ്. എന്നാ യുർസിലിസ്സമാഅലൈക്കും മിദ്റാറ. അറിവിന്റെ വിശാലമായ അറിവിന്റെ ആകാശങ്ങൾ നിങ്ങളിലേക്ക് അയച്ചു തന്നുകൊണ്ടേയിരിക്കും. മിദ്റാറ തടസ്സമില്ലാതെ വന്നുകൊണ്ടിരിക്കും. അതിനെന്ത് നിങ്ങൾ ചെയ്യണം? ഇസ്തഗ്ഫിറു അറിവിന്റെ പൂർണ്ണതയ്ക്ക് നിങ്ങൾ തേടിക്കൊണ്ടേയിരിക്കണം, അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ഗഫൂർ. ഏറ്റവും വലിയ ഗാഫിർ അല്ലാഹുവാണ്. ഗാഫിറു ദംബി ഖാബിലു തൗബി ദിസ്തൗലി എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഗുണങ്ങൾ പറയുന്നില്ല. അള്ളാഹുവാണ് ഗാഫിർ. അറിവിന്റെ പൂർണ്ണത നൽകുന്നവൻ അള്ളാഹുവാൻ. അതാണ് ഗഫൂറുലക്കും ഖത്തായ. ഖത്തായ എന്ന് പറഞ്ഞാൽ തെറ്റായ അറിവുകൾ. അതാണ് തെറ്റായ അറിവുകൾ എന്തൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അറിവിന്റെ പൂർണ്ണത നൽകും അള്ളാഹു. വസനസീദു വർദ്ധിപ്പിച്ചും തരും. വഖുർ റബ്ബി സിദ്നി ഇൽമ. മുഹ്സിനി എന്ന് പറഞ്ഞാൽ നല്ല നല്ല അറിവുകളെ സ്വീകരിക്കുന്നവർക്ക്, നല്ല നല്ല അറിവുകൾ സ്വീകരിക്കുന്നവരാണ് മുഹ്സിൻ. അവനാണ് ഹസനത്ത്. നല്ല അറിവ്, സയ്യിഅത്തല്ല, ചീത്ത അറിവുകളല്ല. നല്ല നല്ല അറിവുകളെ ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ നടപ്പിൽ വരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വസനസീദു വഖുർ റബ്ബി സിദ്നി ഇൽമ. അവന് വീണ്ടും വീണ്ടും അറിവുകൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അതാണ് വസനസീദുൽ മുഹ്സിനീൻ. വഇദ് ഖുൽനാ ദുഖുലൂ ഹാദിഹിൽ ഖറിയത. എവിടേക്കാണ് ഇവൻ പ്രവേശിക്കേണ്ടത്? ഇവന്റെ തന്നെ അജ്ഞതയുടെ ആ മനസ്സിലേക്ക്, അജ്ഞതയുടെ ആ അവസ്ഥയിലേക്ക് അവൻ കടന്നു ചെല്ലണം. എന്നിട്ട് അവൻ എന്ത് ചെയ്യണം? പുതിയ പുതിയ നല്ല നല്ല അറിവുകളെ അവൻ ഉൾക്കൊള്ളണം. എന്നിട്ട് അറിവിന്റെ വാതിൽ കടക്കുമ്പോൾ എല്ലാ നല്ല അറിവുകളെയും ഉൾക്കൊള്ളാൻ തയ്യാറായിക്കൊണ്ടായിരിക്കണം അവൻ കടന്നു ചെല്ലേണ്ടത്. അവന്റെ അജ്ഞതകളെ മുഴുവൻ ആ വാതിൽക്കൽ അവൻ ഇറക്കി വെക്കണം. അവിടെ വെച്ചിട്ടാണ് അങ്ങോട്ട് പോവുക. അതാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ എന്തൊക്കെ തെറ്റായ അറിവുകൾ ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അതൊക്കെ മായ്ച്ചു കളഞ്ഞ് അറിവിന്റെ പൂർണ്ണത അവൻ നിങ്ങൾക്ക് നൽകും. ഇനി വീണ്ടും വീണ്ടും നല്ല അറിവുകൾ ഉൾക്കൊള്ളുന്നവർക്ക് ഇനിയും വർദ്ധിപ്പിച്ചു കൊടുക്കും. വസനസീദുൽ. ഇപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ പറ്റുമോ ഈ ആയത്ത്? അപ്പൊ പറ്റും. മറ്റതൊരു കഥ വായിക്കാം. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കൂട്ടരില്ലേ, അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് സമാധാനപ്പെടാം. വേറൊന്നുമില്ല.